നമസ്കാരം. ജനാഭിമുഖ കുർബാനയ്ക്കും വൈദിക സമിതി യോഗത്തിനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അൽമായ സംഘം രംഗത്ത്. എറണാകുളം അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന പൂർണ്ണമായും നടപ്പിൽ വരുത്തണമെന്നും ക്രിമിനൽ കൂരിയെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ കലൂർ റിന്യൂവൽ സെന്ററിൽ അൽമായ വിശ്വാസ സംഗമം നടന്നത്. എറണാകുളം അതിരൂപതയിലെ 16 ഫൊറോനയിലും അൽമായ മുന്നേറ്റത്തിന്റെ നേതൃസമ്മേളനങ്ങൾക്ക് ശേഷമാണ് അതിരൂപതാ സമ്മേളനം നടക്കുന്നത്. ഇന്നലെ നടന്ന വൈദിക സമിതി യോഗത്തിനും വൈദികർക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അൽമായ സംഗമം നടന്നത്. എറണാകുളം അതിരൂപതയിലെ മുഴുവൻ ഇടവകകളിൽ നിന്നുള്ള 1800 പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. എറണാകുളം അതിരൂപതയിലെ മുഴുവൻ വൈദികർക്കും ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ അനുവാദം നൽകുക, ട്രിബ്യൂണൽ പിൻവലിക്കുക, അഡ്മിനിസ്ട്രേറ്റർമാരെ നീക്കം ചെയ്യുക, വൈദികർക്കെതിരെയുള്ള നടപടികൾ പിൻവലിക്കുക, ക്രിമിനൽ കൂരിയെ പുറത്താക്കുക, മുഴുവൻ കാനൂനിക സമിതികളും പുനർനിർമ്മിക്കുക, കാലാവധി കഴിഞ്ഞ് പാസ്റ്റൽ കൗൺസിൽ പുനഃസംഘടിപ്പിക്കുക എന്നീ ആവശ്യങ്ങളാണ് അൽമായ സംഘവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ഷൈജു ആന്റണി ആയിരുന്നു അധ്യക്ഷൻ. അൽമായ സംഗമത്തിന് ശേഷം വൈദിക സമിതിയിൽ പങ്കെടുത്ത വൈദികർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ എറണാകുളം ബിഷപ്പ് ഹൌസിന് മുന്നിലേക്ക് എത്തിയ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. രാവിലെ മുതൽ എറണാകുളം ബിഷപ്പ് ഹൌസിന് മുമ്പിലും ബസിലിക്ക അങ്കണത്തിലും അക്രമം നടത്തിയവർക്ക് എല്ലാ സൗകര്യവും പോലീസ് ഒരുക്കി കൊടുത്തു എന്നാണ് അൽമായ മുന്നേറ്റ പ്രവർത്തകർ ആരോപിക്കുന്നത്. അൽമായ മുന്നേറ്റ പ്രവർത്തകരെ കടത്തിവിടാതെ തടഞ്ഞു നിർത്തിയെന്നും അത് പ്രതിഷേധാർഹമാണെന്നുമാണ് അൽമായ മുന്നേറ്റം ആരോപിച്ചത്. ബസിലിക്കയിൽ അക്രമത്തിന് നേതൃത്വം നൽകിയവർക്ക് സൗകര്യമൊരുക്കിയ ഫാദർ തരിയഞ്ഞാളിയാത്തിനെ വൈദിക കൂട്ടായ്മയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന് അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടു.